നമ്മുടെ ഒരു ഡൈനിങ് കം കിച്ചണിൻ്റെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള മിനിമൽ ആയിട്ടുള്ള ഒരു പാസേജ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോട്ടയാട്ടിനെ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് പുള്ളി പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതായത് മഴയാണെങ്കിലും മഴ, മഞ്ഞാണെങ്കിലും മഞ്ഞ്, വെയിലാണെങ്കിലും വെയിൽ, അത് കൊണ്ടുകൊണ്ട് വേണം അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടക്കാനായിട്ട്. അവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു തോട്ട് പ്രോസസ്സിലൂടെ വേണം നമ്മൾ നമ്മുടെ നാട്ടിലെ പ്ലാനിങ് ചെയ്തെടുക്കാൻ. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ബഡ്ജറ്റഡ് ആയിട്ട് നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ് നമുക്ക് എങ്ങനെ ഒരു പുതിയൊരു രീതിയിൽ ആലോചിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രീമിയം ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒരു മിനിമം ആയിട്ടുള്ള കാര്യം മസ്റ്റായിട്ട് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം, ഒരു ക്വാളിറ്റീൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ നമ്മുടെ ആർക്കിടെക്ചർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ജാപ്പനീസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് പല രീതികളിൽ നമ്മൾ അവരുടെ ഒരു കോമ്പാക്ട് പ്ലാനിങ് എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മിനിമം എന്നുള്ളൊരു രീതിയിൽ അവരുടെ പ്ലാനിങ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും, അതുപോലെ തന്നെ അതിൻ്റെ സ്പേഷ്യൽ ക്വാളിറ്റീസ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ആർക്കിടെക്ട്സ് എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണ് ജാപ്പനീസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ബഡ്ജറ്റഡ് ആയിട്ട് നമ്മുടെ നാട്ടിലെ ഒരു വീട് പണിയുന്ന സമയത്തും ഒരു ജാപ്പനീസ് വേ ഓഫ് തിങ്കിങ്ങിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു സ്പേസ് പ്ലാനിങ്ങും നമ്മുടെ സ്പേസ് ക്വാളിറ്റീസും ഒക്കെ നന്നാക്കി എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇത് ഇഷ്ടപ്പെടുന്ന ആളുകളും ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ടാവും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് എന്ത് എലമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത ആളുകളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതൊരു എലമെൻ്റാണ് അതിൽ വന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. അപ്പം നമ്മുടെ നാട്ടിലേക്കുള്ള ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഒരു ജപ്പാൻ പ്ലാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ആർക്കിടെക്ട് ഷിനു, ആറ്റിക് ലാബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് ഒരു ജാപ്പനീസ് പ്ലാൻ നമുക്കൊന്ന് കേസ് സ്റ്റഡി നോക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കേസ് സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ജാപ്പനീസ് ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ടെഡോ ആൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിൻ്റെ ഒരു പ്ലാനാണ്. 1976 പണി തീർത്തിട്ടുള്ള ഒരു വീടാണ് നമ്മൾ കേസ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ടെഡോ ആൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിടെക്റ്റ് 1976. അപ്പോൾ നിങ്ങൾ സമയം വളരെ കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. 1976 എന്ന് പറയുമ്പോൾ ഞാനൊന്നും ജനിച്ചിട്ട് പോലുമില്ല. ആ സമയത്ത് നമുക്കറിയാം, സെക്കൻഡ് വേൾഡ് വാറിനൊക്കെ ശേഷം ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ജപ്പാൻ്റെ ഒരു എക്കണോമിക് ഗ്രോ ചെയ്യുന്ന സമയത്ത്, ഒരു അർബണൈസേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സ്പേസിൽ നമ്മുടെ ടെഡോ ആൻഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു റെസിഡൻസിൻ്റെ പ്ലാനാണ് നമ്മൾ കേസ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് കൂടെ നമ്മൾ ആദ്യമായിട്ട് നോക്കണം. ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ അസുമ ഹൗസിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് മിനിമലിസം എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു അർബൻ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂരോ ഡൽഹിയിലോ ഒക്കെ ഉള്ള ഒരു സിറ്റിക്കകത്ത് ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു സ്പേസിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു റെസിഡൻസ്, ഒരു ഫാമിലിക്ക് താമസിക്കേണ്ട ഒരു റെസിഡൻസ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് താമസിക്കേണ്ട ഒരു വീടെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്ലാൻ എന്നുള്ളത് നമുക്ക് ഒരു രീതിയിൽ പറയാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതൊരു റോ ഹൗസ് ഫോർമാറ്റിലാണ് ചെയ്തിട്ടുള്ളത്. റോ ഹൗസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എക്സാമ്പിൾ എടുക്കാൻ പറ്റുന്ന നമ്മുടെ പാലക്കാടൊക്കെ ഉള്ള അഗ്രഹാരങ്ങൾ, നമ്മൾ കൽപ്പാത്തി അഗ്രഹാരങ്ങൾ, കൽപ്പാത്തി സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള അത് റോ ഹൗസസ് എന്നാണ് പറയുക. ഒരു വീടിൻ്റെ രണ്ട് ചുമരും മറ്റ് വീടുകളുടെ ഷെയറിംഗ് ആയിട്ടായിരിക്കും ആ വാളുകളൊക്കെ ഇരിക്കുന്നത്. അതാണ് ബേസിക്കലി റോ ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മുടെ അസുമ ഹൗസ് അദ്ദേഹം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത്, എന്നാൽ ഏറ്റവും മിനിമം ആയിട്ട് ഒരു സ്പേഷ്യൽ ഡ്രാമ, സ്പേസ് ക്വാളിറ്റി കൊണ്ടുള്ള കളികളാണ്. അപ്പോൾ സ്പേസ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് എപ്പോഴും സബ്ജക്റ്റീവാണ്. ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് വീടിനകത്തൊരു കോട്ടയാടുണ്ട്. അപ്പോൾ ആ കോട്ടയാടിനകത്തെ മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ, അത് കൊണ്ടുകൊണ്ട് വേണം വീട്ടിനകത്തൊക്കെ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനകത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്പെരിമെൻ്റൽ ഹൗസ് കൂടെയാണ് ഈ ഒരു അസുമ ഹൗസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, കാലഘട്ടം എന്ന് പറയുന്നത് 1976 അന്നാണ് ഇത്തരത്തിലുള്ളൊരു വീട് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം അവിടുത്തെ ഒരു കോൺസെപ്റ്റിൽ എങ്ങനെയാണ് ആ ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കാണുന്നതാണ് നമ്മുടെ അസുമ ഹൗസിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്രണ്ട് സൈഡ് നമുക്ക് ഇത് വേണമെങ്കിൽ പറയാം. ഇവിടെയാണ് നമുക്കൊരു ഫുട് പാത്തൊക്കെ ഉണ്ടാവുക. ഇതായിരിക്കും നമ്മുടെ റോഡ് എന്നൊക്കെ പറയണത്. അപ്പോൾ നമ്മുടെ ജപ്പാനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. റോഡിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫുട് പാത്ത്, ഒരു ബൈസിക്കിൾ പാത്തൊക്കെ ഉണ്ടാവും. അവിടുന്നാണ് ഒരു ബിൽഡിങ്ങിലേക്കൊക്കെ നമ്മൾ കയറുന്നത്. നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രി നേരെ കണ്ടോ, ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്ത് ഇതിലെയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രി വരുന്നത്. ആ എൻട്രിയിൽ തന്നെ ഡയറക്റ്റ് ഉള്ളിലേക്കുള്ള വിസിബിലിറ്റി കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഒപ്പേക്ക് വാളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഈ സൈഡിൽ കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ ലിവിംഗ് റൂം എന്ന് പറയുന്നത്. ആ ലിവിംഗ് റൂമിൽ ഇത്തരത്തിലൊരു സോഫയൊക്കെ നമുക്ക് ഇട്ടിട്ട് ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഒരു പ്ലേസ്മെന്റ്, ഫർണിച്ചർ ലേഔട്ടൊക്കെ വന്നിട്ടുള്ളത്. ഫർദർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് ഡോർ, ഒരു പാർട്ടീഷനൊക്കെ വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കയറി വരുന്ന സമയത്ത് തന്നെ ഒരു ലിവിംഗ് റൂം സ്പേസ് നമുക്കുള്ളത്. അവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഗ്ലാസ് പാർട്ടീഷൻ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോർട്ട്യാർഡിലേക്കാണ് നമ്മൾ
എത്തുന്നത്. കണ്ടോ, ഈ കോട്ടയാട് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ടു സ്കൈ ആയിട്ട് കിടക്കുകയാണ്. ആ കോട്ടയാടിൻ്റെ സൈഡിൽ കൂടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ മുകളിലേക്ക് കയറാവുന്ന ഒരു സ്റ്റെപ്പൊക്കെ കാണാം, സ്റ്റെയർ കേസ് ഒക്കെ കാണാം. അപ്പോൾ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് മുകളിൽ 2 റൂമുകളുണ്ട്, അതിനെ കണക്ട് ചെയ്യുന്ന ഒരു പാസേജ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോട്ടയാടിനെ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് പുള്ളി പ്ലാൻ ചെയ്തിട്ടുള്ളത്, അതായത് മഴയാണെങ്കിലും മഴ, മഞ്ഞാണെങ്കിലും മഞ്ഞ്, വെയിലാണെങ്കിലും വെയിൽ, അത് കൊണ്ടുകൊണ്ട് വേണം അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടക്കാനായിട്ട്. അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഗ്ലാസ് ഡോറിൻ്റെ പാർട്ടീഷൻ കാണാം. അതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡൈനിങ് കം കിച്ചണിൻ്റെ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള മിനിമലായിട്ടുള്ള ഒരു ഡൈനിങ് കം കിച്ചണിൻ്റെ ഒരു ഫ്ലോർ പ്ലാനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സിങ്കും എന്താ പറയുക നമ്മുടെ ബേണറൊക്കെ കാണാം, ഇത്തരത്തിലുള്ള ഡൈനിങ് ടേബിൾ കാണാം. അവിടുന്ന് നേരെ പുറകോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ടോയ്ലറ്റാണ് നമുക്ക് കിട്ടുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രൈ ഏരിയ പറ്റിയത്. നമ്മൾ ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഇത്രയും വൃത്തിയോടെ, നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പുതച്ച് കിടന്ന് ഉറങ്ങാം എന്നുള്ള രീതിയിൽ അത്രയും വൃത്തിയായിട്ട് ടോയ്ലറ്റ് കൊണ്ടു നടക്കുന്ന ആളുകളാണ് ജപ്പാൻകാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ടോയ്ലറ്റൊക്കെ അത്യാവശ്യം നല്ല ക്രാംഡ് ആയിട്ടുള്ള, അർബൺ ഏരിയസിലൊക്കെ പോയി ക്രാംഡ് ആയിട്ടുള്ള ടോയ്ലറ്റ്സുകളുണ്ട്, പക്ഷേ വളരെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാധനം. എന്തായാലും ഇവിടെ നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ടോയ്ലറ്റിൽ ഒരു ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ എന്നുള്ള രീതിയിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അസുമ ഹൗസ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ഫ്ലോർ ആയിട്ടുള്ള വീടല്ല, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള 2 ഫ്ലോറുള്ള വീടാണ്. അപ്പം മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൊടുത്തിട്ടുള്ളത് കോട്ടയാടിലാണ്. ഇതാ ഈ രീതിയിൽ കോട്ടയാടിൽ നിന്ന് മുകളിലേക്ക് നമുക്ക് ഇങ്ങനെയാണ് സ്റ്റെയർ കേസ് വരുന്നത്. അപ്പോൾ നമുക്ക് മുകളിലത്തെ ഒരു ഫ്ലോർ പ്ലാൻ എങ്ങനെ നിങ്ങളോട് നോക്കാം. നമ്മുടെ സ്റ്റെപ്പ് ഇവിടെ നിന്ന് കയറി ഇതാ ഈ ഒരു ലാൻഡിങ്ങിലാണ് വന്നെത്തുന്നത്. ഈ ലാൻഡിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കാണുന്ന രീതിയിൽ നമുക്കൊരു ബ്രിഡ്ജാണുള്ളത്. ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് 2 സൈഡിലേക്ക്, അതായത് ഇങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ താഴത്തേക്കൊക്കെ കാണാം. അതായത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു കോട്ടയാട് സ്പേസ്, അതിൻ്റെ നടുവിൽ കൂടെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അത് ഫുൾ ഓപ്പൺ ടു നേച്ചറാണ്. മഴയും വെയിലും ഒക്കെ വരും. അപ്പോൾ മഴയും വെയിലും കൊണ്ടുകൊണ്ട് വേണം ഇതിൽ കൂടെ നടക്കണം എന്നുള്ളതാണ് ആർക്കിടെക്റ്റിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ. മുകളിൽ നമുക്ക് 2 ബെഡ്റൂംസ് ഉള്ളത് നമുക്ക് നോക്കാം. മുകളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് നേരെ ഒരു ബെഡ്റൂമിലേക്കാണ് എത്തുന്നത്. ആ ബെഡ്റൂമിൽ ഈ കാണുന്ന രീതിയിൽ ഇത്രയും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്കൊരു സ്പേസ് കിട്ടുന്നുണ്ട്. 2 എന്താ പറയുക സിംഗിൾ ബെഡായിട്ടാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ അവിടെയും നമുക്കൊരു സ്കൈലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് അറിയാം, സ്കൈലൈറ്റിൽ കൂടെ ഒരു നാച്ചുറൽ ലൈറ്റൊക്കെ ഇങ്ങനെ വന്ന് വീഴുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരെ ആ പാസേജിൽ കൂടെ പോയി കഴിഞ്ഞാൽ അടുത്തൊരു റൂമിലേക്കാണ്. ഒരു ബെഡ്റൂമായി തന്നെയാണ് വെച്ചിട്ടുള്ളത്. ആ ബെഡ്റൂമിൽ നമുക്ക് റെക്ടാങ്കുലർ സ്പേസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഈ ഒരു രീതിയിൽ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് 2 റൂമിനും മുകളിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഇല്ല. നമ്മൾ ഇന്നത്തെ ഒരു കോൺടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് കൊടുക്കും. അത് മാത്രമല്ല, ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമുള്ളത് നമ്മൾ ടോയ്ലറ്റ് പോകണമെങ്കിൽ താഴത്തെ ഇറങ്ങി ഒന്ന് വേണം ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ. നമുക്ക് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കാം. 1976 കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്കറിയാം ഒത്തിരി വീടുകൾ, തറവാട് വീടുകൾ അല്ലെങ്കിൽ പഴയതായിട്ടുള്ള വീടുകൾ, ടോയ്ലറ്റ് പലപ്പോഴും പുറത്തായിരിക്കും ഉണ്ടാവുക. ടോയ്ലറ്റ് അറ്റാച്ച്ഡ് എന്നുള്ള പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മുടെ ട്രഡീഷണൽ തറവാട് വീടുകളിൽ. പിന്നെയും എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തൊക്കെ ഉള്ള നമ്മളെ ഇന്ന് ഒരു മോഡേൺ വീടുകളിലൊക്കെയാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ വന്നിരുന്നത്. അപ്പോൾ നമ്മളിത് പറയുന്ന സമയത്ത് ആ കാലഘട്ടം കൂടെ ഒന്ന് ആലോചിക്കണം. അപ്പോൾ ആ രീതിയിലാണ് അന്നത്തെ പ്ലാനിങ് നടന്നിട്ടുള്ളത്. മുകളിൽ 2 ബെഡ്റൂമും ഈ കാണുന്ന കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു അസുമ ഹൗസിൻ്റെ പ്ലാനിങ് നമ്മൾ കണ്ടു മനസ്സിലാക്കി, എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കി. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടെ, എന്തുകൊണ്ട് എങ്ങനെ ഈ പ്ലാൻ വന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയണമെങ്കിൽ അവിടുത്തെ ഒരു കോണ്ടെക്സ്റ്റും അവിടുത്തെ ബിൽഡിംഗ് മെറ്റീരിയൽസും കൺസ്ട്രക്ഷൻ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞേ പറ്റും. അപ്പോൾ അസുമ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ബേസിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ RCC, നമ്മുടെ കോൺക്രീറ്റ് തന്നെയാണ്. മുഴുവനായിട്ട് സൈറ്റിൽ കാസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ, മൊണോലിത്തിക് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിലാണ് നമ്മുടെ അസുമ ഹൗസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം ജപ്പാൻ എന്ന് പറയുന്നത് എർത്ത് പ്രോൺ ആയിട്ടുള്ള ഒരു നാടാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാന്നുള്ള, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം ഈ കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ജപ്പാനിലെ ക്ലൈമറ്റ് എടുത്തു കഴിഞ്ഞാൽ 4 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഉള്ള നാടാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അവർക്ക് മഴയുണ്ട്, അതുപോലെ തന്നെ മഞ്ഞുണ്ട്, ഓട്ടമുണ്ട്, നമ്മുടെ സമ്മറുണ്ട്. അവർക്കും ഹ്യൂമിഡ് ആയിട്ടുള്ള സമ്മറുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അസുമ ഹൗസിൻ്റെ റിവ്യൂസൊക്കെ കാണുന്ന സമയത്ത് ഇത് ഒരു തെർമലി ഭയങ്കര നല്ല പെർഫോമൻസ് ഉള്ള ഒരു പ്രൊജക്റ്റ് അല്ല എന്നുള്ള തന്നെ പറയുന്നുണ്ട്. കാരണം ഈ ഹ്യൂമിഡ് ആയിട്ടുള്ള സമയത്ത് ഈ കോൺക്രീറ്റ് അത്രയും ഹീറ്റൊക്കെ റേഡിയേറ്റ് ചെയ്ത് ഉള്ളിൽ ചൂട് കൂടാനുള്ള സാധ്യത തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ പ്രയോറിറ്റി വൈസ് ഈ ഒരു ഹ്യൂമിഡിറ്റിനേക്കാൾ അവർക്ക് ഈ തണുപ്പിനെയും അതുപോലെ തന്നെ നമ്മുടെ എർത്ത് തരണം ചെയ്യുക എന്നുള്ളതാണ് കുറേ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ള ആ ഒരു പ്രയോറിറ്റി ബേസിസിലായിരിക്കാം ഇത് ചെയ്തിട്ടുള്ളതാണ്
ഞാനും മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് മേജറായിട്ട് ഗ്ലാസ് ആണ്. നിങ്ങൾ സമയം ആലോചിക്കണം, 1976 1976 ഇത്തരത്തിൽ നിങ്ങൾ കാണുന്ന ഗ്ലാസ് ഡോറുകളും ഗ്ലാസ് ഫ്രെയിമുകളും സ്റ്റീൽ ഹാൻഡിലുകളും അതുപോലെ തന്നെ വുഡൻ ഫർണിച്ചറൊക്കെ ആണ് ഇതിൻ്റെ ഒരു ബിൽഡിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒസാക്ക എന്ന് പറയുന്ന സിറ്റിയിൽ ഏറ്റവും ടൈറ്റ് ആയിട്ടുള്ള ഒരു അർബൻ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും മിനിമം ആയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ സാധനം ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ആ പ്ലാൻ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഈ ഒരു സെയിം പ്ലാൻ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മുടെ നാട്ടിലെ പാലക്കാട്, തിരുവനന്തപുരത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അഗ്രഹാരങ്ങൾക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ആണിത്. കാരണം ഇത്തരത്തിലുള്ള ലീനിയർ ആയിട്ടുള്ള പ്ലാനിങ് അങ്ങനത്തെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മിനിമം ആയിട്ട് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് തന്നെയാണ് അവിടെയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അവിടെ നോക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലാണ് ഇത്തരത്തിൽ വലിയ ഒരു കോട്ടയാട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. നമുക്കറിയാം നമ്മുടെ ഈ കോട്ടയാട് കൂടെ നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ടാവും. ഈ വെയിൽ നമ്മുടെ അകത്ത് മുഴുവനായിട്ട് ചൂട്, അതായത് പകൽ ജനറേറ്റ് ചെയ്യുന്ന ആ ചൂട് ഈവൻ രാത്രി ആയാലും നമുക്ക് ആ ചൂട് സഹിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരും. പക്ഷേ കൽപ്പാത്തി അഗ്രഹാരങ്ങളൊക്കെ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാലും അവിടെ കുഞ്ഞു കോട്ടയാട്സ് കാണും. ഇത്രയും ലീനിയർ ആയിട്ടുള്ള പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചെറിയ കോട്ടയാടുകൾ, കാരണം കോട്ടയാടുകൾ നമുക്ക്, കാരണം ഇവിടെ ക്രോസ് വെന്റിലേഷനുള്ള പ്രൊവിഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് വീടുകളിലൊക്കെ ഈ രീതിയിലേ നമുക്ക് ക്രോസ് വെന്റിലേഷൻ നടക്കുകയുള്ളൂ. കാരണം സൈഡിലുള്ള ചെമ്മരുകളെല്ലാം മറ്റു വീടുകളായിട്ട് ഷെയ്ഡാണ്. അതായത് ഈ ചെമ്മരിലൊന്നും നമുക്ക് ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഈ രണ്ട് ചെമ്മരിലും നമുക്ക് ക്രോസ് വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ക്രോസ് വെന്റിലേഷൻ നമുക്ക് ഇതിലെ മാത്രമാണ് നടക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു കുഞ്ഞ് കോട്ടയാട് കൊടുക്കാൻ കഴിഞ്ഞാൽ, ഒരു ഓപ്പൺ ടു സ്കൈ ആയിട്ട് റൂഫിൽ ഒരു ഓപ്പണിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് അതിലെ ക്രോസ് വെന്റിലേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത്രയും ലീനിയറായി കിടക്കുന്ന സമയത്ത് ഫ്രണ്ടിലും ബാക്കിലും മാത്രമേ നമുക്ക് ജനൽ വെക്കാൻ പറ്റുക. അപ്പോൾ ആ ജനലിൽ കൂടെ നമുക്ക് ഇനഫ് ആയിട്ടുള്ള നാച്ചുറലായിട്ട് നമ്മുടെ വീടിനകത്ത് കിട്ടുന്നത് പ്രയാസമായിട്ട് മാറും. അപ്പോൾ നടുവിൽ ഇത്തരത്തിലുള്ള ഒരു കോട്ടയാടൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഉള്ളിലൊരു നാച്ചുറൽ ലൈറ്റ് കൂടെ, അതായത് ഈ നടുവിൽ ഡാർക്ക്നെസ് ഒക്കെ ആവുന്ന സമയത്ത് അവിടേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഭംഗിയായിട്ട് നാച്ചുറലായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇനി അടുത്തത് മെറ്റീരിയൽ. നമ്മുടെ നാട്ടിൽ ഇതുപോലെ കോൺക്രീറ്റ് വെച്ചിട്ട് മുഴുവൻ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് നമ്മൾ ഇത്തരത്തിലുള്ള സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം സ്ലാബ് തന്നെ ചൂടായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ഉള്ള റൂമുകളിൽ നമുക്ക് ഇരിക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. കാരണം സ്ലാബ് ചൂടായി അവിടുന്ന് ചൂടടിക്കും, ചെമരും കൂടെ ചൂടായി കഴിഞ്ഞാൽ പറയേണ്ടതില്ല, ആ ചെമരുന്ന് കൂടെ ചൂടടിച്ച് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഏറ്റവും നല്ലത് ചെങ്കല്ലോ അല്ലെങ്കിൽ ചുടുകട്ടയൊക്കെ യൂസ് ചെയ്ത് ഇത് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും. അതുപോലെ റൂഫ് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലാറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വില്ലൻ കൂടെ ഉണ്ട്. ആരാണ്? നമുക്ക് മഴ. ഏകദേശം ഒരു 6 മാസത്തോളം സമയം നമുക്ക് മഴ വരുന്നുണ്ട്. അപ്പോൾ ഫ്ലാറ്റ് റൂഫ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള അതിനൊരു മെയിൻ്റനൻസും അതിൻ്റെ വാട്ടർ പ്രൂഫിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഫ്ലാറ്റ് റൂഫിൽ നമുക്ക് ലീക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. കാരണം മഴ വന്ന് വെയിലും ഇതെല്ലാം മാറി വരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടല്ലോ. നമ്മുടെ വേറൊരു രീതിയിലാണ് നമ്മുടെ ക്ലൈമറ്റ് പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന സമയത്ത് അത് എന്താ പറയുക, നമ്മുടെ പിച്ച്ഡായിട്ടുള്ള റൂഫ് കൊടുത്ത് അതിൻ്റെ മുകളിൽ റൂഫ് ടൈലൊക്കെ കൊടുത്ത് ഒരു തട്ടുംപുറമൊക്കെ കൊടുത്തു കഴിഞ്ഞാലായിരിക്കും നമുക്ക് നല്ല രീതിയിലൊരു കംഫർട്ട് ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ നടുമുറ്റം ഭാഗം വരുമ്പോഴേക്കും നമുക്കൊരു ചെറിയ ഒരു സ്ലോപ്പൊക്കെ കൊടുത്തൊരു നടുമുറ്റം പോലെയൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലെ വരുന്ന മഴേനെ നമുക്ക് ഈ കോട്ടയാട്ടിൽ കൊണ്ടുവന്ന് ആ ഒരു നാച്ചുറൽ എന്താ പറയുക, ഒരു കൂളിംഗ്, ഇവാപ്പറേറ്റീവ് കൂളിംഗ് കൂടെ നമുക്ക് വീട്ടിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ ഗ്ലാസോ കാര്യങ്ങളോ ചെയ്യാമെന്ന് പറയുന്നതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇത്രയും കോമ്പാക്റ്റ് ആയിട്ട്, അതായത് ഈ ഒരു പ്ലാനിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 700 സ്ക്വയർ ഫീറ്റിന് താഴെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു പ്ലാനിങ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്ലാനിങ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ റീഓർഗനൈസ് ചെയ്യാം. കാരണം ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലിവിംഗ് റൂം വരുന്നുണ്ട്. അത് നമുക്ക് വർക്കൗട്ട് ആവുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് അടുത്തൊരു സ്പേസ് കൊണ്ടുവരാം. അവിടെ ഒരു കോട്ടയാടൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ നാച്ചുറൽ ലൈറ്റും കാര്യങ്ങളും കൊണ്ടുവരാം. അപ്പോൾ നമുക്കിതൊരു കോട്ടയാട് സ്പേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇതൊരു ഇൻവേർഡ് ലുക്കിംഗ് പ്ലാൻ ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു അർബൻ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോണ്ടെക്സ്റ്റിൽ നമുക്ക് പുറത്തേക്ക് വ്യൂസ് ഒന്നും കാണാനൊന്നുമില്ല. അപ്പോൾ ഒരു ഇൻവേർഡായിട്ട് നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് മുഴുവൻ ഒരു കോട്ടയാടൊക്കെ ആക്കി ഒരു ഇൻറ്റേർണൽ കോട്ടയാടൊക്കെ കൊടുത്ത് നല്ല ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അവിടുന്ന് പോകുന്ന ഇത്തരത്തിലുള്ള ഒരു കിച്ചൺ അല്ലെങ്കിൽ ഒരു സ്റ്റോറ്, വർക്ക് ഏരിയ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ അതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവുക. ഇതിൻ്റെ കൂടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇനി സ്റ്റെപ്പ് കയറുന്ന പ്രയാസം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് നമുക്കൊരു സ്റ്റെയർ കേസ് കൂടെയൊക്കെ, ഒരു ടോയ്ലറ്റ് കൂടെയൊക്കെ വെച്ച് പ്ലാൻ ചെയ്യാൻ പറ്റും. നേരെ മുകളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ തന്നെ 2 ബെഡ്റൂം, മേ ബി നമ്മൾ വളരെ ബഡ്ജറ്റഡ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ 2 ബെഡ്റൂമിനും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടോയ്ലറ്റിനെയൊക്കെ നമുക്ക് പ്ലേസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തോട്ട് പ്രോസസ്സിലൂടെ വേണം നമ്മൾ നമ്മുടെ നാട്ടിലെ പ്ലാനിങ് ചെയ്തെടുക്കാൻ. അല്ലാതെ നമ്മൾ
പലപ്പോഴും പല ആളുകളും ഒരു ആർക്കിടെക്റ്റിന് പൈസ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പലപ്പോഴും ഏതെങ്കിലും ഒരു പ്ലാനൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതെടുത്ത് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ലിവിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് ആ ഒരു സ്പേസിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി കൂടെ അതൊക്കെ ആശ്രയിച്ചാണ് നമ്മുടെ ഒരു ലിവിങ് ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇമ്പ്രൂവ് ആക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ അത്തരത്തിൽ നമ്മൾ താമസിക്കുന്ന സ്പേസിനൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി സ്പേസ് വന്നാൽ നമ്മുടെ ചിന്താഗതികളും നമ്മുടെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാ രീതിയിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രൊജക്റ്റിലൊക്കെ പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റുമായിട്ട് ഒത്തിരി ഇൻട്രാക്ട് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ച് അതിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും മിനിമാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഒത്തിരി ആഗ്രഹങ്ങളായിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അതിനൊരു എസ്റ്റിമേറ്റ് എടുക്കുമ്പോഴായിരിക്കും നമ്മൾ ഞെട്ടുക. കാരണം നമ്മൾ പ്രതീക്ഷിച്ച കോസ്റ്റിലും കൂടുതൽ പോകും. അപ്പോൾ ബഡ്ജറ്റഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിന് ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അതിനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അതല്ല നിങ്ങൾ കുറേ കൂടെ പ്രീമിയം ആയിട്ട് അതിനെ ചെയ്യണമെന്നാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള തോട്ട് പ്രോസസ്സിലൂടെ നമുക്ക് വേണ്ട റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് കോണ്ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്തും നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് ഇൻസ്പിറേഷൻ എടുത്ത് ചെയ്ത് നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു വീട് ഉണ്ടാവട്ടെ എന്നുള്ളത് ഒരു കാര്യം കൂടെ നിങ്ങളടുത്ത് എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.